നീ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ട ഒരു നീതിമാനാണോ? നീ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യനാണോ? നീ ദേവാലയം വിട്ടുപിരിയാതെ ദൈവ സാന്നിധ്യത്തിന് വില കൊടുക്കുന്നവനാണോ? നീ കാത്തിരുന്നത് നിന്നെ തേടി വരാൻ പോവുകയാണ്. നീ ഇരുന്ന സ്ഥലത്ത് അത് വരും. ശിമയോൻ ഇരുന്നെടുത്ത് ആ ദേവാലയത്തിനകത്തേക്ക് അവന്റെ വാഗ്ദത്തം കയറി ചെല്ലുകയാണ്. ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, നിന്റെ ഭവനത്തിനകത്തേക്ക് ചില വാഗ്ദത്തങ്ങൾ നടന്നു കയറി വരികയാണ്. ചില പ്രോമിസുകൾ നിന്റെ ജീവിതത്തെ ലക്ഷ്യമാക്കി വരികയാണ്. പിന്നെ അവൻ പന്തിരി വരെ തന്റെ അടുക്കൽ വിളിച്ചു. സകലവിധ വ്യാധിയും ദീനവും പൊറുപ്പിക്കുവാൻ അവർക്ക് ശക്തിയും അധികാരവും നൽകി. അതിൽ യേശു പറഞ്ഞു, ഒന്നാമൻ പത്രോസ്. ഒന്നാമൻ പത്രോസ്. ഒരിക്കൽ ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് നിന്നുകൊണ്ട് യേശു കർത്താവ് ചോദിച്ചു, നിങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു? ചിലർ ഇരമ്യാവെന്നും ചിലർ ഏലിയാവെന്നും ചിലർ സ്നാപക യോഹന്നാനെന്നും വിശേഷിപ്പിച്ചപ്പോൾ, അറിവിൽ നിന്ന് പലരും പറഞ്ഞ കേട്ടറിവുകളിൽ നിന്ന് പലതും വിളിച്ചു പറഞ്ഞപ്പോൾ, കൂട്ടത്തിൽ നിന്ന് ശിഷ്യന്മാരോട് യേശു ചോദിച്ചു, നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു? ആർക്കും മുന്നോട്ടിറങ്ങി വന്ന് ഉത്തരം പറയാനുള്ള ആ ചങ്കൂറ്റമില്ലാതെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നോക്കുമ്പോൾ ഒന്നാമൻ പത്രോസ് എന്ന് വിശേഷിപ്പിച്ചവൻ ആ കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് പുരുഷാരം കേൾക്കെ, സമൂഹം കേൾക്കെ, തൻ്റെ സഹപ്രവർത്തകരും കൂട്ടുവേലക്കാരും കേൾക്കെ വിളിച്ചു പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. അവനെ നോക്കി യേശു പറഞ്ഞു, ബറയോന ശിമോനെ, നീ അനുഗ്രഹീതനാണ്. ജഡരക്തമല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ. നിങ്ങൾക്കറിയാമോ, ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാനൊരു 10 മിനിറ്റിനകത്ത് ഇന്നത്തെ മെസ്സേജ് അവസാനിപ്പിക്കും. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പക്ഷെ ഇനിയുള്ള 10 മിനിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പത്രോസിനെ നോക്കിയാണ് യേശു പറഞ്ഞത്, പീറ്റർ, യു ആർ ദ ഫസ്റ്റ്. ഒന്നാമൻ പത്രോസ്. വിളിക്കകത്തുണ്ടായിരുന്നു. അത് പറഞ്ഞ് വിളിക്കകത്തുണ്ടായിരുന്നു. ഈ നമ്മളെയൊക്കെ ദൈവം വിളിച്ച വിളിക്കകത്തുള്ളതാണ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്. ചിലരെ അപ്പോസ്തലന്മാരായി വിളിച്ചിരിക്കുന്നു, പ്രവാചകന്മാരായി വിളിച്ചിരിക്കുന്നു, സുവിശേഷകരായി വിളിച്ചിരിക്കുന്നു, ഇടയന്മാരായി വിളിച്ചിരിക്കുന്നു, ഉപദേഷ്ടാക്കന്മാരായി വിളിച്ചിരിക്കുന്നു. ഇതെല്ലാം കോളിംഗ് ആണ്. ഓരോരുത്തരുടെ മുകളിലുള്ള കോളിംഗ് ദൈവത്തിന്റെ വിളിയാണ്. ഇന്നും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു സഭയോടുള്ള ബന്ധത്തിൽ. കാരണം പരിശുദ്ധ ആത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നു. യേശു ഇന്നും ജീവിക്കുന്നു. സഭ ഇപ്പോഴും ഭൂമിയിൽ തന്നെ ഉണ്ട്, എടുക്കപ്പെട്ടിട്ടില്ല. എന്നാൽ പീറ്ററിനെ നോക്കി യേശു പറഞ്ഞു, യു ആർ ദ ഫസ്റ്റ്. നിങ്ങൾക്കറിയോ, ഈ മനുഷ്യനെ അതിനുശേഷം ഒന്നിലും ഒരു കാര്യത്തിലും ആർക്കും രണ്ടാമനാക്കാൻ പറ്റിയിട്ടില്ല. യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അതിനുത്തരം പറഞ്ഞാരാ? പത്രോസ്. കാറ്റും കടലും ഇളകി മറിഞ്ഞ് വള്ളത്തിനകത്ത് വെള്ളം കയറി മുഴു ശിഷ്യന്മാരും പ്രാണഭയത്തിലായി നിലവിളിക്കുമ്പോൾ, രാത്രിയുടെ യാമത്തിൽ കടലിന്റെ മുകളിലൂടെ പാദങ്ങളൂന്നി നടന്നു വന്ന നസ്രയനായ യേശു വള്ളത്തിനകത്ത് തണ്ടുവലിച്ചു വലഞ്ഞ് ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യഗണത്തെ നോക്കി പൊതുവായി പറഞ്ഞു, ആർക്ക് ഈ എന്റെ അടുക്കലേക്കൊന്ന് വരാൻ കഴിയും? ഈ വള്ളത്തിൽ നിന്നൊന്ന് ഇറങ്ങാൻ പറ്റും? 11 പകച്ച് കണ്ണുമിഴിച്ച് നോക്കി നിൽക്കുമ്പം അവിടെയും ചരിത്രത്തിലാദ്യമായി ദൈവമല്ലാതെ ഒരു മനുഷ്യൻ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു. ചില ചുവടുകൾ വെള്ളമല്ല, ആഴക്കടലിന്റെ മുകളിലൂടെ നടന്നു. അവൻ ആരാണ്? വിശുദ്ധ തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ
ജെറുസലേം ചർച്ച് ഇനാഗുറേറ്റ് ചെയ്യുമ്പോൾ, എന്നാൽ മറ്റൊരു കാര്യം ഞാൻ പറയാം, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത മഗ്ദല മറിയം ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് വന്ന് പൊതുവായി പറയുകയാണ്, അവൻ അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇത് കേട്ടിട്ട് രണ്ടെണ്ണം കതകും തുറന്നിറങ്ങി ഓടി. ആരാ? പത്രോസും യോഹന്നാനും. ബൈബിൾ പറയുന്നു, യോഹന്നാൻ പത്രോസിനേക്കാൾ ആദ്യം ഓടി കല്ലറ വാതിക്കലെത്തി, അകത്ത് കടന്നില്ല താനും. എന്നാൽ അവന്റെ പിന്നാലെ എത്തിയ ശീമോൻ പത്രോസ് കല്ലറയ്ക്കകത്ത് കയറി. ഇതെല്ലാം പിടി കിട്ടിയോ? ആദ്യം ഓടി എത്തിയതാരാ? ആദ്യം ഓടി എത്തിയതാരാ? ശരിക്കും ഞങ്ങളിത് കാണാൻ ഓടുവോ? ഓടുമ്പം കേൾക്കുന്നുണ്ടോ? ഓടുമ്പം എനിക്ക് കാലിൽ ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്ന് കരുതുക. എനിക്ക് ഇവരുടെ കൂട്ടത്തിൽ പെട്ടെന്ന് ഓടാൻ പറ്റില്ല. ഇവര് ആദ്യം ഓടിയിട്ട് ഞാൻ വരുന്നത് വരെ ഇവര് റൂമിന്റെ വെളിയിൽ വെയിറ്റ് ചെയ്യുവോ? നിങ്ങൾ ചെയ്യുവോ? അവര് ലൈവ് തുടങ്ങുന്നത് ഒരു പക്ഷെ ഞാൻ കാണും അവിടെ നിന്നുകൊണ്ട്, ദൂതന്റെ ലൈവ്. പിന്നെ ആദ്യം യേശു ഉയർത്തെഴുന്നേറ്റ കല്ലറവാതിക്കൽ എത്തിയതാരാ? മോനെ, യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം ഞാൻ ഈ പറയുന്നത്. ആദ്യം കല്ലറവാതിക്കൽ എത്തിയ ആരാ? പക്ഷെ അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? അകത്ത് കടന്നില്ല താനുമെന്ന്. 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അകത്ത് 5-ാമത്തെ വാക്യം 20-ന്റെ 5. അകത്ത് യോഹന്നാൻ അകത്ത് കടന്നില്ല, കേറിയില്ല. കാരണം ഒന്നാമൻ പത്രോസ് അവന്റെ മീതെയുള്ള ആളാണ്. പ്രൈസ് ദി ലോർഡ്. പുള്ളി വരുന്നത് വരെ വെയിറ്റ് ചെയ്തു. നമ്മളാണെങ്കിൽ ആദ്യം അതിനകത്ത് ചാടിക്കേറി സഭയം തുടങ്ങിയതിനകത്ത്. 6-ാമത്തെ വാക്യം വായിച്ചേ. അവന്റെ പിന്നാലെ ശീമോൻ പത്രോസ് വന്നു, കല്ലറയിൽ കടന്നു. പത്രോസ് കേറിയിട്ടാണ് യോഹന്നാൻ കേറിയേ. പ്രോട്ടോകോളാ. ആത്മീക ശുശ്രൂഷയിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഒരുപാട് മേഖലകളിൽ, പുതിയ നിയമത്തിലേക്കും പഴയ നിയമത്തിലും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മോശയുടെ കാലം മുതൽ ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്. ഹല്ലേലൂയ. വന്ന് അതിനകത്ത് കയറി. എൻ്റെ ചോദ്യം ഇതാണ്, പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവന്റെ ശീലകൾ പൊതിഞ്ഞ, അരിമത്തയിലെ മന്ത്രിയായ ജോസഫും നിക്കോദിമോസും കൂടെ ചേർന്ന് ചുറ്റിയ ശീലകൾ, തുണിയിൽ പൊതിഞ്ഞ് സുഗന്ധദ്രവ്യങ്ങൾ ഇട്ട അടക്കുന്നത്. ആ തുണിയെല്ലാം കർത്താവ് കൃത്യമായിട്ട് അവിടെ തന്നെ ഉയർത്തെഴുന്നേറ്റപ്പം മടക്കി. ഒരുത്തൻ്റെ ഒന്നും കൊണ്ട് പോയതേയില്ല. ആരുമില്ല ഇവിടെ. ശീലകൾ അവിടെ വേറിട്ട് ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. രാവിലെ കട്ടിലേന്ന് എഴുന്നേറ്റിട്ട് ബെഡ്ഷീറ്റ് മടക്കി വെക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? മടക്കി വെക്കും. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആ തുണി കൃത്യമായതല്ല. ഞാനിങ്ങനെ ഒരു ശീലവും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നിങ്ങളൊക്കെ എഴുന്നേറ്റ് പോയാൽ അതിൻ്റെ പുറകെ വരണം വേറെ ആളുകൾ വിരിക്കാൻ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ നല്ലൊരു ശീലമാണ് ആ പുതപ്പ് തന്നെത്താനെന്ന് മടക്കി വെച്ച് ആ കിടന്ന കട്ടിൽ ഒന്ന് വിരിച്ച തലയണയെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിടുന്നത് നല്ലൊരു ശീലമാണ് കേട്ടോ. ഉയർത്തെഴുന്നേറ്റ കർത്താവും ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ആ തന്നെ കവർ ചെയ്തിരുന്ന ശീല കൃത്യമായിട്ട് വേറിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചു. അങ്ങനാണോ എഴുതിയിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇത് ആദ്യം കണ്ടതാരാ? പത്രോസ്. യേശു ദൈവപുത്രനാണെന്ന് ആദ്യം പറഞ്ഞ ആരാ? പത്രോസ്. കടലിന്റെ മുകളിലൂടെ നടന്ന ആരാ? ഇനി വേദപുസ്തകത്തിൽ ആദ്യത്തെ സ്നാന ശുശ്രൂഷ 3000 ആദ്യത്തെ പ്രസംഗം നടത്തിയ ആരാ? പത്രോസ്. ആദ്യത്തെ സ്നാന ശുശ്രൂഷ നടത്തിയ ആരാ? പത്രോസ്. വേദപുസ്തകത്തിൽ മരിച്ച തബീതെ പീറ്റർ ഉയർപ്പിച്ചു. ബൈബിളിനകത്ത് ആദ്യം മരിച്ച ആളെ ഉയർപ്പിച്ച ആരാ? പത്രോസ്. കാരണം അവന്റെ മേളിലൊരു വിളി വീണു, ഒന്നാമൻ പത്രോസ്. കൈ കൊടുത്ത് പറഞ്ഞേ, ദൈവം നിന്നെ മുന്നിൽ നിർത്തിയാൽ ഒരുത്തനും പുറകിലാക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞേ. ദൈവം നിന്നെ മുന്നിൽ നിർത്തിയാൽ ആർക്കും നിന്നെ പുറകിലാക്കാൻ പറ്റുകയില്ല. ഒന്ന് കരമടിച്ച് ഒന്ന് സ്വീകരിച്ച കർത്താവ് നിന്നെ മുന്നിൽ നിർത്തിയാൽ
ഹല്ലേലൂയ. പക്ഷേ ഒരു പ്രശ്നമുണ്ടായി എൻ്റെ മെസ്സേജിനോടുള്ള ബന്ധത്തിൽ. യേശുവിനോട് ഈ പുള്ളി കയറി ഒരിക്കൽ പറഞ്ഞു കളഞ്ഞു, കർത്താവേ നീ ക്രൂശിക്കപ്പെടാൻ പാടില്ല, നീ മരിക്കാൻ പാടില്ല. സങ്കടം ഉണ്ടായോണ്ട് പറയുകയാണ്, നീ മരിക്കരുത്. യേശു പെട്ടെന്ന് അവനിൽ ഒരു സാത്താനെ കണ്ടു. സാത്താനെ മാറി നിൽക്കാൻ പറഞ്ഞു. നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യൻ്റെതത്രേ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. ഈ പീറ്റർ യേശുവിനോട് പറഞ്ഞറിഞ്ഞു, ഞാൻ നിന്റെ കൂടെ, നീ മരിക്കുകയാണേ നിന്റെ കൂടെ ഞാനും മരിക്കും. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നീ എന്നെ തള്ളി പറയും. നീ തള്ളി പറയുമ്പം അതിനൊരു അടയാളമായിട്ട് കോഴി കൂവും. പുള്ളിക്ക് ഇതങ്ങോട്ട് ഉൾക്കൊള്ളാനും പറ്റിയില്ല, ഏറ്റെടുക്കാനും പറ്റിയില്ല. നെഗറ്റീവ് ദൂതിനെ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞു. അല്ല, നെഗറ്റീവ് ദൂതിനെയും ക്യാൻസൽ. എൻ്റെ ഒരു ഇമാജിനേഷൻ, പുള്ളിയുടെ മനസ്സിലത് പുള്ളി ഇഷ്ടപ്പെട്ടോ. ഒരുത്തനെ മുഖത്ത് നോക്കി സാത്താനെന്ന് വിളിക്കുന്ന പുള്ളിക്ക് ഇഷ്ടപ്പെടുവോ? യേശു വിളിച്ചു, നീ എന്നെ തള്ളി പറയും, നീ എന്നെ കളഞ്ഞിട്ട് പോകുന്ന മുഖത്ത് നോക്കി പറഞ്ഞു. ഹലോ, കൃത്യമായി യേശുവിനെ ഗത്സമന തോട്ടത്തിൽ പട്ടാളക്കാർ പിടിക്കാൻ വന്നപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവിടെയും ഈ പുള്ളിയെ പിശാച് കയ്യിലെടുത്തായിരുന്നു. ആരെ? പത്രോസിനെ. പുള്ളി എന്നാ ചെയ്തേ? പുള്ളി വാളെടുത്ത് ഊരി യേശുവിനെ പിടിക്കാൻ വന്ന ഓഫീസറിൻ്റെ, ഉദ്യോഗസ്ഥൻ്റെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പോലീസുകാരൻ്റെ ചെവി വെട്ടിയതല്ല. യോഹന്നാൻ 18:10 ശീമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവൻ്റെ വലത് കാത് അറത്ത് കളഞ്ഞു. മൽക്കോസ് എന്ന പേരുള്ള ഒരുത്തന്റെ കഴുത്തെ വെട്ടിയതാ. ആരെങ്കിലും ചെവി കണ്ടിക്കാൻ നിന്ന് കൊടുക്കൂ? കേൾക്കുന്നുണ്ടോ? ആ മൽക്കോസ് മർക്കോസ് അല്ല കേട്ടോ, മൽക്കോസ് ആണേ. മൽക്കോസ് എന്ത് ചെയ്തു? തല വെട്ടിച്ചു. വെട്ടിച്ചപ്പം വാൾ എവിടെ കൊണ്ടു? ചെവിയെ കൊണ്ടു. ചെവി അങ്ങ് തറയെ വീണു. ഈ പോലീസുകാരും പട്ടാളക്കാരും എല്ലാം നിൽക്കുക ആ ഗത്സമന തോട്ടത്തിൽ. ഇനി സെക്കൻഡ് കൊണ്ട് യേശു അത് കണ്ടു. നമ്മൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലർ ചിന്തിക്കും, എല്ലാവരും അല്ല, ചിലർ ചിന്തിക്കും, എന്തോ ഒരു ആത്മാർത്ഥത, ഒരുത്തനെങ്കിലും കൂടെ, ചങ്കുറപ്പുള്ള ഒരുത്തനെങ്കിലും കൂടെ, തിരുവനന്തപുരംകാരുടെ ഭാഷ പറഞ്ഞ കട്ടയ്ക്ക് നിന്നല്ലോ. കട്ടയ്ക്ക് നിന്നാണോ? പിശാച് കുറച്ച് സമയത്തേക്ക് പുള്ളിയെ കയ്യിലെടുത്തതാ. ഉടനെ യേശു പത്രോസിനോട് അവിടെ തിരിഞ്ഞെന്ന് പറയാണ്, വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ആ ചെവി എടുത്ത്, എൻ്റെ ഭാഷയിൽ ഞാൻ പറയാം, ആ ചെവി, തറയെ കിടക്കുന്ന ആ ചെവി എടുത്ത് ചെവി അറിയാതെ കർത്താവ് അങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുത്തു. എൻ്റെ ചോദ്യം, എന്തിനാ അത് ചെയ്തേ? അവസാനം ഒരത്ഭുതവും കൂടെ ചെയ്തിട്ട് ക്രൂശി മരിക്കാൻ പോയാണോ? അല്ല. ആ ചെവി, ആ പോലീസുകാരന്റെ ചെവി, അല്ലെങ്കിൽ ആ മഹാപുരോഹിതന്റെ ദാസന്റെ ചെവി ഇതെടുത്ത് സെറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അടുത്ത ദിവസത്തെ കോടതി വിധി എന്തോ വരുന്നതെന്നറിയോ? പ്രവചനത്തിൽ കിടക്കുന്നത് അവൻ നീതിമാനാണെന്ന, ഇവനൊരു നീതിമാനായിരുന്നു എന്നാണ് പറയേണ്ടത്. പക്ഷേ ഈ ചെവി കർത്താവ് എടുത്ത് സൗഖ്യമാക്കി ചെവി അറിയാതെ പിടിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അടുത്ത ദിവസത്തെ കോടതി വരുന്നത് ഇവൻ ക്രിമിനലാണ്. ഇവനും ഇവന്റെ ഗുണ്ടകളും കൂടെ ചേർന്ന് ഉദ്യോഗസ്ഥനെ, ജോലിക്ക് നിന്ന ഉദ്യോഗസ്ഥനെ, പോലീസുകാരനെ വെട്ടിയവനാണ് ഇവൻ. കേസ് മാറിയോ? ക്ലോസ് മാറിയോ? പോലീസ് വെട്ടിയവനും വെട്ടാൻ കൂട്ടു നിന്നവനും ഒരുപോലാണോ? ഇവൻ പറഞ്ഞിട്ട് ഇവന്റെ ഗുണ്ട ഇവനെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരനെ വെട്ടി. ഇതാണ് കേസ് വരാൻ പോകുന്നത്. തെളിവ് പോലും ഇല്ലാതെ, ചെവി അറിയാതെ, പ്രവചനത്തിന്റെ നിവർത്തീകരണത്തിനായി കൂടെ നിന്നവനിൽ, ഈ കൂടെ നിൽക്കുന്ന നമ്മുടെയൊക്കെ കുടുംബത്തിലൊക്കെ ഉള്ള ചില പുള്ളികൾ കാണിക്കുന്ന കുഴപ്പം കൊണ്ട് നമ്മൾ പ്രയാസം അനുഭവിക്കാറുണ്ടല്ലേ? പക്ഷെ അതുപോലും കർത്താവ് നമുക്ക് നന്മയ്ക്കായിട്ട് തിരിക്കുന്ന ദൈവമാണ്. ഈ
വേറെ ഒരുത്തൻ ചെയ്ത തെറ്റിന്, വേറെ ഒരുത്തൻ കാണിച്ച കുഴപ്പത്തിന് ചിലപ്പോൾ നമ്മളെ ആളുകൾ വിരൽ ചൂണ്ടാൻ സാധ്യതയുണ്ട്. അവിടെ പോലും നമ്മുടെ കർത്താവ് നമ്മളിൽ ദൈവിക പദ്ധതി ഉണ്ടെങ്കിൽ നമ്മളെ രക്ഷിക്കുന്നവനാണ്. ഇതൊക്കെ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇത് ആരോടുള്ള മെസ്സേജാണ്. നിന്റെ കൂട്ടുകാരനാണ് അത് ചെയ്തത്, നീ അല്ല തെറ്റ് ചെയ്തത്. പക്ഷെ വേറൊരാളാണ് ആ തെറ്റ് ചെയ്തത്. അവൻ അത് ചെയ്തത് നിന്നെയാണ്, പക്ഷെ അതിൽ കുടുക്കാൻ ശ്രമിച്ചത് നീയാണ് കുടുങ്ങിയത്. അങ്ങനെ ഒരു കേസ് നിനക്കെതിരെ ഉണ്ട്. കർത്താവ് നിന്നെ അറിയിക്കുന്നു. അതിനകത്ത് ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി. നീ ചെയ്യാത്ത തെറ്റിന്, നിനക്ക് നിന്റെ ചിന്തയിൽ പോലുമില്ലാത്ത തെറ്റിന് നിന്നെ കുടുക്കാൻ ശ്രമിച്ചവൻ കുടുങ്ങുന്നു എന്ന് കർത്താവ് ഇന്ന് പകൽ അറിയിക്കുകയാണ്. അതെനിക്കറിയില്ല ഇവിടെ ഇരിക്കുന്ന മറ്റാരെങ്കിലും ആണോ. ഐ ഡോണ്ട് നോ ഹൂ ഈസ് ദാറ്റ് പേഴ്സൺ, ബട്ട് സംവൺ ഈസ് ഹിയർ. താങ്ക് യു ലോർഡ് ജീസസ്. പ്രിയപ്പെട്ടവരെ, ഇതേ പത്രോസ് യേശുവിൻ്റെ കൂടെ മരിച്ചു കളയൂ എന്ന് പറഞ്ഞ പത്രോസ്, വാളെടുത്ത് പടയാളിയുടെ കാത് വെട്ടിയ പത്രോസ് യേശുവിനെ ഒന്നാമത് തള്ളിപ്പറഞ്ഞോ. എന്നിട്ട് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നതിനാണെന്നറിയോ? അവന്റെ ശിഷ്യന്മാർ, ലൂക്കോസ് വിശേഷം വായിക്കാൻ സമയമില്ല മോനെ, ഇപ്പൊ ഞാൻ വായിക്കേണ്ടത് 22-ാം അധ്യായത്തിലേക്കാണ് പോകേണ്ടത്. ഒത്തിരി വാക്യങ്ങളുണ്ട്. 22-ാം അധ്യായത്തിന്റെ 61-ാം വാക്യം ഒന്ന് വായിച്ചേ. 61-ാം വാക്യം പെട്ടെന്ന് വായിക്കണം. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി, ഇന്ന് കോഴി കൂവും മുമ്പേ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. ഓക്കെ, ഇനി അതിന്റെ 54 മുതൽ നോക്കിയേ. പെട്ടെന്ന് 54 മുതൽ നോക്കിയേ. പത്രോസ് എന്ത് ചെയ്തു? അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി. പത്രോസും അകലം വിട്ട് പിൻചെന്നു. അവർ നടുമുറ്റത്തിന്റെ മധ്യേ തീ കത്തിച്ചു ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിൽ ഇരുന്നു. വായിച്ചോ. അവൻ തീവട്ടത്തിനരികെ ഇരിക്കുന്നത് ഒരു ബാല്യക്കാരത്തി കണ്ടു. അവനെ ഉറ്റുനോക്കി, ഇവനും അവനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. അവനോ, സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളി പറഞ്ഞു. ഓക്കെ, 58-ാമത്തെ വാക്യത്തിൽ 57-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, തള്ളി പറഞ്ഞു, തള്ളിക്കളഞ്ഞു. തള്ളിപ്പറഞ്ഞു എന്ന് പറയുന്നത് തള്ളിക്കളയുന്നതിന് തുല്യമാണ്. ഞാൻ നിന്റെ കൂടെ മരിച്ചു കളയും എന്ന് പറഞ്ഞ് പത്രോസും യേശുവിനെ തള്ളിപ്പറഞ്ഞു. അപ്പൊ ഒന്ന് കൗണ്ട് ചെയ്തേ. ജനിക്കാൻ അനുവദിക്കാതെ സമൂഹം തള്ളി, വളരാൻ അനുവദിക്കാതെ ജന്മദേശം തള്ളി, ഒന്നാമത് സാക്ഷ്യം പറഞ്ഞ സ്നാപക യോഹന്നാൻ തള്ളി, കൂടെ മരിച്ചു കളയുമെന്ന് വാക്ക് പറഞ്ഞ പത്രോസ് തള്ളി. ഇതിനകത്തെല്ലാം ഏറ്റവും വലിയ, ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയ ഒരു വാക്യമുണ്ട്. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയ ഒരു വാക്യമുണ്ട്. അത് വായിപ്പിക്കട്ടെ. അതാണ് ഈ മെസ്സേജിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം എന്നതുപോലെ മത്തായി സുവിശേഷം 27-ാം അധ്യായം 45-46 വാക്യങ്ങൾ. പ്രാർത്ഥനയോടെ ഈ വാക്യം ശ്രദ്ധിക്കണം. 6-ാം മണിനേരം മുതൽ 9-ാം മണിനേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഓ, താങ്ക് യു ജീസസ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഞാനൊരു ദൈവദാസനോട് കൂടെ സംസാരിക്കുമ്പോൾ ഒരു വേദപണ്ഡിതൻ തൻ്റെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്, തൻ്റെ പുത്രനെ നഗ്നനായി ക്രൂശിച്ചിരിക്കുമ്പോൾ ലോകം അവൻ്റെ വേദന കാണാതിരിക്കാൻ, ലോകം അവനെ പിന്നെയും നിന്ദിക്കാതിരിക്കാൻ, ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പറയുന്നത്, ലോകം അവനെ വീണ്ടും നിന്ദിക്കാതിരിക്കാൻ, വീണ്ടും അവൻ്റെ നഗ്നത കണ്ടും അവൻ്റെ രക്തം ഒഴുകുന്നത് കണ്ടും അവൻ പിടയുന്നത് കണ്ടും ശത്രു സന്തോഷിക്കാതിരിക്കാൻ കർത്താവ് ദേശത്ത് മുഴുവൻ ഇരുട്ടാക്കി കളഞ്ഞു. ഇരുട്ടാക്കി കളഞ്ഞു. 46-ാം വാക്യത്തിൽ ഏകദേശം 9-ാം മണിനേരമായ സമയത്ത് യേശു എലി എലി ലമാ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ,
എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ജനിക്കാൻ അനുവദിക്കാതെ ജന്മദേശം എന്നെ തള്ളി, വളരാൻ അനുവദിക്കാതെ സമൂഹം എന്നെ തള്ളി, എന്നെ കുറിച്ചൊന്നാമത് സാക്ഷ്യം പറഞ്ഞ സ്നാപക യോഹന്നാൻ എന്നെ തള്ളി, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസ് എന്നെ തള്ളി പറഞ്ഞു, ശിഷ്യന്മാരെല്ലാം എന്നെ വിട്ടോടിപ്പോയി. ഈ ക്രൂശിൽ കിടക്കുമ്പോൾ എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച പിതാവേ, അപ്പ, നീയും എന്നെ തള്ളിയോ? നീയും എന്നെ കൈവിട്ടോ? വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിരിക്കുന്നു. ആ കല്ലിവൻ തന്നെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. മക്കളെ, എന്തിനു വേണ്ടി അവൻ തള്ളപ്പെട്ടു? പാപികളായ എന്നെയും നിങ്ങളെയും ചേർക്കുവാൻ. എന്തിനായി അവൻ വേദന അനുഭവിച്ചു? എന്നെയും നിങ്ങളെയും സൗഖ്യമാക്കുവാൻ. എന്തിനായി അവൻ അടിപ്പിണരുകൾ ഏറ്റെടുത്തു? ആ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ടാകാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിങ്ങനെ സ്നേഹത്തോടെ നിങ്ങളോട് ചോദിക്കുന്നു, പറയുന്നു, മക്കളെ, ജനിക്കാൻ അനുവാദം കൊടുക്കാതെ, സ്ഥലം കൊടുക്കാതെ വഴിയമ്പലം തള്ളിയതുപോലെയും, ജന്മദേശത്ത് വളരാൻ അനുവദിക്കാതെ ഹെരോദാവും രാജ്യവും തള്ളിയതുപോലെയും, സാക്ഷ്യം പറഞ്ഞിട്ട്, ഏറ്റു പറഞ്ഞിട്ട്, വലിയ പ്രസംഗവും പാട്ടും ഒക്കെ നടത്തിയിട്ട്, സ്നാനപ്പെട്ടിട്ട്, രക്ഷിക്കപ്പെട്ടിട്ട്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്നാപക യോഹന്നാൻ തള്ളിയതുപോലെയും, കൂടെ നിൽക്കാം, ഞാൻ ഒപ്പം കാണും, ഞാൻ ചാകും, കൂടെ മരിച്ചു കളയുമെന്നൊക്കെ പറഞ്ഞിട്ട് പത്രോസ് തള്ളിയതുപോലെയും, അല്പസമയത്തേക്കും തൻ്റെ ഏകമകന്റെ ദാരുണമായ മരണം കാണുവാൻ കഴിയാതെ പിതാവായ ദൈവം മുഖം മറച്ചതുപോലെയും, നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിലും യേശുവിനെ തള്ളി പറയരുത്. നിന്റെ കഴുത്തിലേക്ക് തോക്കെടുത്ത് വെച്ചിട്ട് നിന്നെ വെടിവെച്ച് കൊല്ലും, നീ അവനെ തള്ളി പറഞ്ഞില്ലെങ്കിൽ എന്ന് പറഞ്ഞാലും അവനോട് പറയണം, നീ എന്നെ ഇവിടെ തട്ടിയാൽ ഞാൻ മേളിൽ പൊങ്ങും എന്ന് പറയണം. നീ എന്നെ ഇവിടെ തട്ടിയാൽ ഞാൻ മേളിൽ പൊങ്ങും. ഹല്ലേലൂയ. ശംഖും നെറ്റിയും കൊടുത്ത്, ജീവൻ കൊടുത്ത്, ജീവിതം കൊടുത്ത്, ജീവിതം മുഴുവൻ കൊടുത്ത് ഈ അരുമനാഥന് വേണ്ടി നിലകൊള്ളാൻ തയ്യാറാകുന്നവർ ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കുവോ? ഈ വിശ്വാസത്തിനും ദൈവകൃപയ്ക്കും വേണ്ടി ഉറച്ചു നിൽക്കുവാൻ തയ്യാറുള്ളവർ ആ കരങ്ങളെ ഉയർത്തിപ്പിടിക്കുമോ? അവരോട് അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, മനുഷ്യർ തള്ളിയതെങ്കിലും 1 പത്രോസ് 2:4 മുതൽ 1 പത്രോസ് 2:4 മുതൽ മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കുവാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു കല്ല് സിയോനിൽ ഇടുന്നു. ആ കല്ല് ക്രിസ്തുവാണ്, ആ മൂലക്കല്ല് ക്രിസ്തുവാണ്. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു തന്നെ. ആ ശ്രേഷ്ഠമേറിയ മാന്യമായ മൂലക്കല്ലായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുത്തനും, ഒരു കുടുംബവും, ഒരു വ്യക്തിയും ലജ്ജിച്ചു പോകത്തില്ല എന്ന് വേദപുസ്തകം ഉറപ്പു തരുന്നു. അത് വിശ്വസിക്കുന്നവരൊന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ഒരു വ്യക്തിയും ലജ്ജിച്ചു പോകില്ല, ലജ്ജിച്ചു പോകില്ല. ഹല്ലേലൂയ.